നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. അങ്ങനെയുള്ള ശനൈശ്ചരം സാവധാനം സഞ്ചരിക്കുന്ന ശനീശ്വരനെ ഞാനിതാ നമസ്കരിക്കുന്നു. എന്തുകൊണ്ടാണ് ശനൈശ്ചരഃ എന്ന പേര് ശരിക്ക് വന്നത്? കാരണം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 2.5 വർഷമെടുക്കുന്നു ശനി. അതുകൊണ്ടാണ് ശനൈശ്ചരഃ എന്ന് പറയുന്നത്. ഇതിന് പാഠഭേദമായി ശനീശ്വരഃ എന്നും പറയാറുണ്ട്. നീലാഞ്ജന സമാനഭം, നീല അഞ്ജനത്തിൻ്റെ സമാനമായ ശോഭയോട് കൂടിയ സൂര്യപുത്രൻ, യമൻ്റെ സഹോദരൻ, അഗ്രജൻ, ജ്യേഷ്ഠൻ, സൂര്യൻ്റെ നിഴലിൽ നിന്നും ഭൂജാതനായ അങ്ങനെയുള്ള ശനീശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. ഈ നവഗ്രഹങ്ങളിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന പേര് കൽപ്പിച്ചിട്ടുള്ളൂ. വളരെയധികം സമാശ്വാസം നൽകുന്ന ഒരു വൃത്താന്തവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ശനീശ്വരൻ വക്രിയായി സഞ്ചരിക്കുകയാണ്. 144 ദിവസം ശനീശ്വരൻ വക്രിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1200 മിഥുനമാസം 28-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 12-ാം തീയതി മുതൽ 144 ദിവസക്കാലം 1201 വൃശ്ചിക മാസം 16-ാം തീയതി വരെ, അതായത് 2025 ഡിസംബർ മാസം 2-ാം തീയതി വരെ ശനി വക്രയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രഹം വക്രയായി സഞ്ചരിക്കുമ്പോൾ അത് ശുഭമാണോ അഥവാ അശുഭമാണോ എന്നാണ് നാം ആദ്യം ചിന്തിക്കേണ്ടത്. ഇവിടെ ഏത് ഗ്രഹങ്ങൾക്കും വക്രമുണ്ടെങ്കിലും ശനീശ്വരൻ്റെ വക്രം വളരെ ബലമാണ്. വിപരീതം ശനേഹേ സ്മൃതം എന്നാണ് പ്രമാണം. ശനി വക്രയായി സഞ്ചരിക്കും തോറും ആ ശനിക്ക് ബലം വർദ്ധിച്ചു വരുന്നു. അതിനാൽ ഇന്ന് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ചാരവശാൽ വക്രിയായി കുംഭം രാശിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിലും ഈ ശനി വക്രിയായി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് നാം ചിന്തിക്കേണ്ടത് ഈ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, ഇങ്ങനെ 12 രാശിക്കാർക്കും ശനി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരവസ്ഥ സംജാതമാക്കും. കഴിഞ്ഞ ചാരവശാൽ ശനിയുടെ മാറ്റം മേടം രാശിക്കാർക്കും, മിഥുനം രാശിക്കാർക്കും, ചിങ്ങൻ രാശിക്കാർക്കും, കന്നി രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭം രാശിക്കാർക്കും, മീനൻ രാശിക്കാർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശനിയെ നാം ഇത്ര ഭയക്കേണ്ടത്? കാരണം നവഗ്രഹങ്ങളിൽ ശനിയുടെ കാരകത്വം എന്താണ്? മൃത്യുർവ്യാധിശ്ച ദുഃഖം ശനിരിഹ ഗതിതോ ദാസഭൃത്യാദി ഗോപി. മൃത്യു, മരണം, വ്യാധി, രോഗാദി അരിഷ്ടതകൾ, ദുഃഖം, അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയെ സംജാതമാക്കുക. ശനിഹി ഇഹ ഗതിത, ഇപ്രകാരം ശനി പറയപ്പെടുന്നു. ദാസഭൃത്യാദി ഗോപി, ഭൃത്യന്മാരെയും ദാസജനങ്ങളെയും ശനിയെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അതിനാൽ വളരെയധികം ക്ലേശങ്ങൾ ഈ ശനി പലപ്പോഴും ഉണ്ടാക്കും. പലരും പറയാറുണ്ട് കണ്ടകശനി കൊണ്ടേ പോകൂ, അഷ്ടമശനി എല്ലാം മുടിക്കും, ഏഴരശനി ഏതറ്റം വരെയും എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനാൽ ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാരവശാലുള്ള വക്രിയായുള്ള വരവ് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നാം ഇവിടെ മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വക്രിയായ ശനി നല്ല ഫലത്തെ ചെയ്യും. അതിനാൽ പലപ്പോഴും പ്രയാസങ്ങളാൽ വീർപ്പുമുട്ടുന്ന പ്രേക്ഷകർക്ക് ഈ ശനിയുടെ 144 ദിവസത്തേക്കുള്ള 2025 ഡിസംബർ 2 വരെയുള്ള ചാരവശാലുള്ള മാറ്റം എന്തിനെ പ്രദാനം ചെയ്യുന്നു? ഒരു സുഖാവസ്ഥയെ പ്രദാനം ചെയ്യുന്നു. വേനലിൽ ഒരു മഴ എപ്രകാരമായിരിക്കും? കടുത്ത വേനലിൽ ഒരു മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഊഷരതയിൽ നിന്നും ഉർവരയിലേക്കുള്ള അവസ്ഥ. ഊഷരത എന്നാൽ അങ്ങേയറ്റം വരണ്ട് കിടക്കുന്ന ഭൂമിയാണ്.
അതിൽ നിന്നും ഉർവരത, ഫലഭൂയിഷ്ഠമായ ഭൂമിയിലേക്കുള്ള ഒരു പ്രയാണം, ജലത്തിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോഴുള്ള ഒരവസ്ഥയെ സംജാതമാക്കും ശനീശ്വരൻ. ഇവിടെ ഓരോ രാശിക്കാരെ പറ്റി നാം ചിന്തിക്കുമ്പോഴും ഒരു കാര്യം ചിന്തിക്കണം. ശനീശ്വരൻ്റെ പ്രാർത്ഥനകൾ, അനുഷ്ഠാനങ്ങൾ നാം ചെയ്തേ മതിയാവുകയുള്ളൂ. നിർബന്ധമായും ശനീശ്വരൻ്റെ പ്രാർത്ഥന നാം ചെയ്യണം. നവഗ്രഹത്തിൽ നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. അതാണ് ശനിയുടെ മന്ത്രം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാകുന്നു ഓം ശം ശനീശ്വരായ നമഃ. നിങ്ങൾക്കൊരു മൂലമന്ത്രം പോലെ വളരെ സുഗമമായി ആചരിക്കാൻ വരുന്ന മന്ത്രമാകുന്നു ഓം ശം ശനീശ്വരായ നമഃ. ചിന്മുദ്രയിൽ ഇത് ചെയ്യുക. ഈ കൈകൊണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഒരു 18 തവണ, 9-18 തവണ ചൊല്ലുക. അതിൻ്റേതായ എല്ലാ അനുഭവങ്ങളും ശനീശ്വരൻ തരുന്നതാണ്. ഓം ശം, എനിക്ക് ശനീശ്വരൻ സുഖം തരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ശനിയെ കൊണ്ടാണ് ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, വേട്ടക്കൊരു മകൻ, പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഹനുമാൻ സ്വാമി ഇവരെയൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ ശനി ഹനുമാനാകുന്നു. ഹനുമാൻ വായുവേഗത്തിൽ കാര്യം നിർവഹിക്കുന്ന ദേവനാണ്. ദേവാംശമുള്ള വാനരനാണ് ഹനുമാൻ. പലപ്പോഴും ഹനുമാനെ ശിവനുമായി താരതമ്യപ്പെടുത്താറുണ്ട് പഴയകാലത്ത് പുരാണങ്ങളിൽ. ശ്രീരാമ അവതാരം ഉണ്ടാകുമ്പോൾ അദ്ദേഹം വാനരനായി, ഹനുമാനായി ശൈവാംശത്തോടുകൂടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹനുമാൻ വായുവേഗത്തിൽ, വായുപുത്രനാകയാൽ വായുവേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുവാൻ സമർത്ഥനാണ്. അതിനാൽ ഹനുമാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ഓം ഹം ഹനുമതേ നമഃ. ഇതാകുന്നു ഹനുമൽ പ്രാർത്ഥന. ഓം ഹം ഹനുമതേ നമഃ. അപ്രകാരം തന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി വഴിപാടുകൾ ചെയ്യുമ്പോൾ, അവിടെ അവൽ നിവേദ്യം ചെയ്യുമ്പോൾ, അവിടെ ഗദ ഒപ്പിക്കുമ്പോൾ, അവിടെ പ്രധാനമായും ശ്രീരാമസ്വാമിയോ വിഷ്ണു ഭഗവാനോ പ്രധാന ദേവതയായി ഉണ്ടാകും. ഏത് ഹനുമാൻ ക്ഷേത്രത്തിലും പ്രധാനമായി ശ്രീരാമൻ അല്ലെങ്കിൽ വിഷ്ണു ഉപദേവനല്ല, ഉപദേവത ഹനുമാനാണ് പ്രധാന ദേവതയായി ഉണ്ടാകും. നിങ്ങൾ ഏത് ഹനുമാൻ ക്ഷേത്രം, പേര് ഹനുമാനാണെങ്കിലും പ്രധാന ദേവത വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമി ആയിരിക്കും. അതിനാൽ അവിടെ പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി, തുളസിമാല വഴിപാടായി ചെയ്യുക. ഈ ക്ലേശകരമായ ശനിയുടെ പ്രയാസങ്ങളെ നേരിടാൻ ഒരു ഭക്തന് ഏറ്റവും അനുകൂലമാണ് മേൽപ്പറഞ്ഞ പ്രാർത്ഥനകളും ക്ഷേത്രത്തിൽ ചെയ്യുന്ന മേൽപ്പറഞ്ഞ വഴിപാടുകളും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ വക്രിയായ ശനി തനിക്ക് അനുകൂലമായി വരുന്നതെന്ന് ചിന്തിക്കാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ശനി ഇപ്പോൾ നിൽക്കുന്നത് 7ാം ശനിയുടെ കാഠിന്യത്തിലാണ്, 12ാം ഭാവത്തിലാണ്. മേടൻ രാശിക്കാർക്ക് ശനി അവരുടെ ലാഭത്തെയും തൊഴിലിനെയും ഭൃത്യജനങ്ങളെയും ചിന്തിക്കേണ്ടുന്ന ഭാവങ്ങളുടെ അധിപനാണ്. ഈ ശനിയാണ് 7ാം ശനിയായി 12ൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാക്കി, കർമ്മതടസ്സങ്ങൾ, ലാഭമില്ല, ബന്ധനയോഗം, മാനസിക ക്ലേശങ്ങൾ, ജയിലിൽ കഴിയേണ്ടി വരിക, അന്യരുടെ ചതി, വഞ്ചന, പരനിന്ദയ്ക്ക് പാത്രമാകുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. ആ സംജാതമാകുന്ന ശനിയാണ് ഇപ്പോൾ വക്രിയായി 144 ദിവസം വക്രിയായി സഞ്ചരിക്കുന്നത്. അതിനാൽ മേടൻ രാശിക്കാർക്ക് ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ബന്ധനയോഗമാണ്. വിദേശത്ത് ജയിലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് മേടം രാശിക്കാർക്ക് അവരുടെ മോചനത്തിനായി യത്നിക്കാം, നല്ല വക്കീലിനെ ഏർപ്പാടാക്കാം. പലപ്പോഴും പലർക്കും ധനനഷ്ടം വന്ന് കൈ പൊള്ളിയിരിക്കുക, തൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത അവസ്ഥയിൽ ഒരു വേനലിൽ ഒരു മഴ പോലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ശനി നന്മകളെ പ്രദാനം ചെയ്യും. ആർക്ക്? മേടം രാശിക്കാർക്ക്. അതിനാൽ മേടം രാശിക്കാർ പ്രാർത്ഥനകളിൽ മുഴുകുക. പ്രാർത്ഥനയ്ക്കപ്പുറം മറ്റൊന്നുമില്ല. നാം വലിയ വലിയ തിരുമേനിമാരെ കണ്ട് വലിയ പൂജ ചെയ്ത് 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഉദ്ധരേതാത്മനാത്മാനം. താൻ തന്നെ ഉയർത്തുക, താൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക. അതിനാൽ വളരെയധികം നന്മകൾ മേടൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. ധൈര്യപൂർവ്വം നീങ്ങുക. നന്ദി, നമസ്കാരം.